തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ മൊത്തം കടം 176 ലക്ഷം കോടിയായി ഉയർന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ അവസാനിച്ച പാദത്തിൽ 141 ലക്ഷം കോടിയായിരുന്നു കേന്ദ്രത്തിന്റെ വായ്പ. ഇത് ഒരു വർഷം കൊണ്ട് 25% വർദ്ധിച്ചാണ് 176 കോടി എന്ന ഭീമമായ സംഖ്യയിലേക്ക് എത്തിയത്. സെക്രട്ടേറിയറ്റിലെയും മുഖ്യമന്ത്രിയുടേതുൾപ്പെടെ ചില മന്ത്രിമാരുടെ ഓഫീസുകളിലെയും ജീവനക്കാർക്ക് ശമ്പളം നേരത്തെ നൽകിയത് ഗുരുതര വീഴ്ചയെന്ന് ട്രഷറി ഡയറക്ടറുടെ റിപ്പോർട്ട്. ഒക്ടോബർ 1 മുതൽ നൽകേണ്ട സെപ്റ്റംബറിലെ ശമ്പളം വ്യാഴാഴ്ച വൈകുന്നേരം ചില ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ടിൽ എത്തിയിരുന്നു. സെക്രട്ടേറിയറ്റിലെ സബ് ട്രഷറിയിൽ ശമ്പള ബില്ലുകൾ പാസാക്കുന്നതിനിടെയുണ്ടായ വീഴ്ചയാണ് ശമ്പളം നേരത്തെ കിട്ടാൻ കാരണം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടിക്ക് സാധ്യത. പ്രാദേശിക ദേശീയ അവധികൾ കാരണം രാജ്യത്ത് ഒക്ടോബർ മാസത്തിലെ 15 ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കില്ല. ബാങ്കുകളിലെത്തി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർ ബാങ്ക് അവധിയെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അടുത്ത മാസം 15 ദിവസമാണ് ബാങ്ക് അവധി. സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ കൺസെഷൻ അനുവദിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് പുതിയ ആപ്പ് രൂപീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ആപ്പ് വഴി മോട്ടോർ വാഹന വകുപ്പിന് അപേക്ഷ സമർപ്പിക്കാം. MVD അനുവദിക്കുന്ന പാസ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യാം. വിദ്യാർത്ഥികൾ കയറുന്ന ബസ്സിൽ പണം നൽകിയാൽ മതിയെന്നും മന്ത്രി പറഞ്ഞു. ഊഹാപോഹങ്ങൾക്ക് വിരാമമിട്ട് തമിഴ്നാട് മന്ത്രിസഭയിൽ മാറ്റം. കായിക മന്ത്രിയും മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകനുമായ ഉദയനിധി സ്റ്റാലിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം നേടിയ മുൻ ഗതാഗത മന്ത്രി സെന്തിൽ ബാലാജിയെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഗവർണർക്ക് കത്ത് നൽകിയതായും ഞായറാഴ്ച 3:30 സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടൂറിസം ദിനത്തിൽ വൻ പ്രഖ്യാപനവുമായി ഇന്ത്യ. 1 ലക്ഷം വിദേശ സഞ്ചാരികൾക്ക് കേന്ദ്ര ടൂറിസം മന്ത്രാലയം വിസ ഇളവ് പ്രഖ്യാപിച്ചു. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ചലോ ഇന്ത്യ പരിപാടിയുടെ ഭാഗമായാണ് കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പ്രഖ്യാപനം നടത്തിയത്. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലെത്തുന്ന 1 ലക്ഷം വിദേശ സഞ്ചാരികളിൽ നിന്ന് വിസ ഫീസ് ഈടാക്കില്ല. ഡൽഹി 10-12 പരീക്ഷകൾ നടക്കുന്ന കേന്ദ്രങ്ങളിൽ CCTV നിർബന്ധമാക്കി CBSE. CCTV സൗകര്യമില്ലാത്ത ഒരു സ്കൂളിനെയും പരീക്ഷാ കേന്ദ്രമായി പരിഗണിക്കില്ലെന്ന് CBSE വ്യക്തമാക്കി. പരീക്ഷകളുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് CBSE അറിയിച്ചു. 2024-25 വർഷത്തിൽ രാജ്യത്തുടനീളം 44 ലക്ഷം വിദ്യാർത്ഥികൾ CBSE 10-12 ബോർഡ് പരീക്ഷകൾ എഴുതും. 8000-ഓളം സ്കൂളുകളിലാണ് പരീക്ഷ നടക്കുക. ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിൽ 1 കിലോ 60 ഗ്രാം സ്വർണത്തിൽ 130-ലേറെ പവൻ ആഭരണങ്ങൾ വഴിപാടായി നൽകി ചെന്നൈ സ്വദേശികളും പത്മ ഗ്രൂപ്പ് ഉടമയുമായ പത്മ ആനന്ദ് ദമ്പതികൾ വഴിപാടായി നൽകി. 86,30,330 രൂപയാണ് വില. ദേവസ്വം അപ്രൈസർ രാമചന്ദ്രൻ PG വഴിപാടായി ലഭിച്ച മാലകൾ പരിശോധിച്ചു. സ്വർണമാണെന്ന് ഉറപ്പുവരുത്തി ദേവസ്വം അധികാരികൾക്ക് സമർപ്പിച്ചു. അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയിൽ ധനുവച്ചപുരത്തെ റെയിൽവേ പാളത്തിലേക്ക് മണ്ണിടിഞ്ഞു വീണ് അപകടം. ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് 1.5 മണിക്കൂറോളം തീവണ്ടി ഗതാഗതം തടസ്സപ്പെട്ടു. ശനിയാഴ്ച വൈകിട്ട് 4:30-ഓടെ ധനുവച്ചപുരം റെയിൽവേ സ്റ്റേഷനും മേൽപ്പാലത്തിനും ഇടയിലാണ് ഉയർന്ന ഭാഗത്തു നിന്ന് മണ്ണിടിഞ്ഞ് ട്രാക്കിലേക്ക് വീണത്. 5:30 മണിയോടെ മണ്ണ് പൂർണ്ണമായും മാറ്റി. 6 മണിക്ക് തിരുവനന്തപുരം ചെന്നൈ അനന്തപുരി എക്സ്പ്രസ് കടന്നുപോയി. പോസ്റ്ററുകൾ പതിച്ചും എഴുതി നിറച്ചും വൃത്തികേടാക്കിയിരുന്ന സർക്കാർ ഓഫീസുകളുടെ മതിലുകളിൽ നിറയുന്ന ചിത്രങ്ങൾ ഇനി കാഴ്ചക്കാരെ മാടി വിളിക്കും. നഗരത്തിലെ പൊതുസ്ഥലങ്ങളും മതിലുകളും ശുചീകരിച്ച് ആകർഷകമാക്കുകയാണ് ആറ്റിങ്ങൽ ഗവജി HSSലെ NSS പ്രവർത്തകർ. സ്വച്ഛതാ ഹി സേവ 2024 മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ശുചീകരണം.
നഗരസഭയുമായി ചേർന്നാണ് NSS യൂണിറ്റിന്റെ ഈ പ്രവർത്തനം. മിനി സിവിൽ സ്റ്റേഷന്റെ മതിൽ ശുചീകരിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.